ഡീമൺ സ്ലെയറിൽ നമ്മൾ കുറേ ബ്രീതിങ് സ്റ്റൈൽ കണ്ടിട്ടുണ്ട്. അതിൽ തന്നെ ഫ്ലവർ ബ്രീതിങ്ങിൽ നിന്നും ഡിറൈവ് ആയി വന്ന ബ്രീതിങ് സ്റ്റൈലാണ് ഇൻസെക്ട് ബ്രീതിങ്. ഈ ഒരു ബ്രീതിങ് സ്റ്റൈലിന് ആകെ ഒരേ ഒരു നോൺ യൂസറേ ഉള്ളൂ. അത് ഇൻസെക്ട് ഹഷിറായ ഷിനോബു കോച്ചോ ആണ്. ഇൻസെക്റ്റിനെ മിമിക് ചെയ്യുന്ന ഈ ഒരു ബ്രീതിങ് സ്റ്റൈലിൽ ടോട്ടലായിട്ട് 4 ഫോംസ് അല്ലെങ്കിൽ ഡാൻസസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ ഡാൻസാണ് ഡാൻസ് ഓഫ് ദ ബട്ടർഫ്ലൈ കാപ്രീസ്. ഇവിടെ ഷിനോബു ഡീമൺസിൻ്റെ അടുത്തേക്ക് ചാർജ് ചെയ്ത് പോയിക്കൊണ്ട് അവരെ സ്റ്റിങ് ആണ് ചെയ്യുന്നത്. ബാക്കിയുള്ള ബ്രീതിങ് സ്റ്റൈലിലൊക്കെ ഡീമൺസിനെ ബിഹെഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഇൻസെക്ട് ബ്രീതിങ്ങിൽ സ്റ്റിങ് ചെയ്യാനാണ് നോക്കുന്നത്. കാരണം ഇൻസെക്ട് ബ്രീതിങ്ങിൽ വിസ്റ്റീരിയ എന്ന പോയിസൺ ഉപയോഗിച്ചാണ് ഡീമൺസിനെ കൊല്ലാൻ നോക്കുന്നത്. ഇൻസെക്ട് ബ്രീതിങ്ങിനെ യുണീക്ക് ആക്കുന്നതും ഈ ഒരു പോയിസൺ തന്നെയാണ്. ഇനി രണ്ടാമതായി വരുന്ന ഡാൻസ് ആണ് ഡാൻസ് ഓഫ് ദ ബീ സ്റ്റിംഗ് ട്രൂ ഫ്ലട്ടർ. ഇവിടെ ഷിനോബു ഹൈ സ്പീഡിൽ ഡീമൺസിന് നേരെ ഡാഷ് ചെയ്ത് പോയിക്കൊണ്ട് ഒരു സിംഗിൾ സ്റ്റിങ് ആണ് ഉപയോഗിക്കുന്നത്. അവരുടെ സ്പീഡിന്റെ മുഴുവൻ മൊമെന്റവും ഈ ഒരു സ്റ്റിങ്ങിലേക്ക് വരുന്ന രീതിയിലാണ് ഈ ഒരു ഫോമിനെ കാണിച്ചിരിക്കുന്നത്. ഇനി മൂന്നാമതായി വരുന്ന ഡാൻസ് ആണ് ഡാൻസ് ഓഫ് ദ ഡ്രാഗൺ ഫ്ലൈ കോമ്പൗണ്ട് ഐ ഹെക്സഗൺ. ഇവിടെ ഷിനോബു ഡീമൺസിന്റെ വീക്ക് സ്പോട്ടിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു 6 സ്ട്രൈക്ക് സ്റ്റാബിംഗ് അറ്റാക്ക് ആണ് ഉപയോഗിക്കുന്നത്. ഇനി ലാസ്റ്റ് ആയിട്ട് വരുന്ന ഡാൻസ് ആണ് ഡാൻസ് ഓഫ് ദ സെന്റിപീഡ് 100 ലെഗ്ഡ് സിഗ്സാഗ്. ഇവിടെ ഷിനോബു ഒരു സിഗ്സാഗ് മൂവ്മെന്റ് ചെയ്ത് അവളുടെ തന്നെ ആഫ്റ്റർ ഇമേജ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതുവഴി ഡീമൺസിനെ കൺഫ്യൂസ് ചെയ്യാനും അതുവഴി ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്നു. ഈ ഓപ്പണിംഗ് മുതലെടുത്ത് ഡീമൺസിനെ നെക്കിനെ സ്റ്റാബ് ചെയ്ത് പോയിസൺ ഇൻജെക്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഡാൻസ് അല്ലെങ്കിൽ ഈ ഫോമിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഇൻസെക്ട് ബ്രീതിങ്ങിനെ പറ്റി പറയാനുള്ളൂ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.